യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ആടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളേ. ആടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളേ. ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ ഞാൻ പാടിപ്പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ ഞാൻ പാടിപ്പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഘോരാ ഭയങ്കര കാറ്റും മഴയും കൊടിയതായി വരും നേരത്തിൽ, ഘോരാ ഭയങ്കര കാറ്റും മഴയും കൊടിയതായി വരും നേരത്തിൽ, കരങ്ങളച്ച് മാർവണച്ച സ്നേഹം നിത്യം പാടുക. കരങ്ങളച്ച് മാർവണച്ച സ്നേഹം നിത്യം പാടുക. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. കള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. കള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്റെ കരത്തിൽ വെച്ചു താഴ്ത്തി എന്റെ കരത്തിൽ വെച്ചു യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. യോർദാൻ സമமான ശോധനയിലും താണുവീണു പോകാതെ, യോർദാൻ സമமான ശോധനയിലും താണുവീണു പോകാതെ, ആ ജയധോനിയോട് കാത്തുവാഴ്ത്തും സ്നേഹമാശ്ചര്യം. ആ ജയധോനിയോട് കാത്തുവാഴ്ത്തും സ്നേഹമാശ്ചര്യം. ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവി എന്നുരച്ച കൽപ്പനയതാ. ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവി എന്നുരച്ച കൽപ്പനയതാ. ദേവൻ ദേവിയെല്ലാമോ ചേർന്നിയല്ലോ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ.
കുറെ കൂടെ താമസിക്കണം എന്നവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും എന്ന് പറഞ്ഞ് വിട വാങ്ങി എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവഹിതത്തിന്റെ ലക്ഷ്യം എന്ന വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ, ദൈവഹിതത്തിന് ജീവിതത്തിലേറെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ് വിശ്വാസികൾ. ദൈവഹിതം എങ്കിൽ, ദൈവഹിതപ്രകാരം, ദൈവഹിതം പോലെ എന്നീ പ്രയോഗങ്ങൾ ആത്മീക ജീവിത നിലവാരത്തിൽ ദൈവാശ്രയ ബോധത്തിൻ്റെ അടയാളമാണ്. ജീവിതത്തിലെ കാര്യപരിപാടികൾ തീരുമാനിക്കുമ്പോൾ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകേണ്ടതുണ്ട്. തന്നെയുമല്ല, ദൈവമക്കളുടെ ജീവിതത്തിലെ ഏത് കാര്യത്തിനും ദൈവഹിതം അറിയേണ്ടതുണ്ട്, അത് അനുസരിക്കേണ്ടതുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മിഷണറി യാത്രയിൽ എഫെസോസിലെത്തി. പതിവ് പോലെ അവിടുത്തെ സിനഗോഗിൽ ദൈവവചനം പ്രസംഗിച്ചു. തൽഫലമായി ശ്രോതാക്കളിൽ ഏറിയ പങ്ക് ആൾക്കാർക്കും കൂടുതലായി വചനം കേൾക്കുവാൻ താല്പര്യമുളവായി. കുറെ നാൾ കൂടെ ഇവിടെ പാർക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടുവെങ്കിലും താൻ അവരുടെ ആവശ്യം തൽക്കാലം നിരസിച്ചുകൊണ്ട് മടങ്ങുവാൻ താല്പര്യപ്പെട്ടു. തന്നെ കുറെ കൂടെ അവിടെ പാർക്കുവാൻ നിർബന്ധിച്ചവരോട് താൻ പറയുന്നതാണ് ഈ വേദഭാഗം: ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. പ്രിയരെ, ദൈവഹിതത്തിന്റെ വിലയും വിശേഷതയും ഏറെ മനസ്സിലാക്കിയ മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. തൻ്റെ മേലുള്ള വിളിയും ശുശ്രൂഷയും തൻ്റെ തീരുമാനങ്ങളും യാത്രകളും ജീവിതവും എല്ലാം ദൈവഹിതപ്രകാരമുള്ളതായിരുന്നു. തന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച അപ്പോസ്തലൻ ദൈവമക്കൾ അവരവരെക്കുറിച്ചുള്ള ദൈവഹിതം എപ്പോഴും തിരിച്ചറിയണമെന്നും അത് ഏറ്റെടുത്ത് അനുസരിക്കണമെന്നും ജനത്തെ പഠിപ്പിച്ചു. ഓരോ വിശ്വാസികളെക്കുറിച്ചും ദൈവത്തിന് പ്രത്യേകം ഹിതമുണ്ട്. നാം എന്തായിരിക്കണം, നാം എങ്ങനെയായിരിക്കണം, നാം എന്ത് ചെയ്യണം, നാം എവിടെ ജീവിക്കണം, ഏത് ശുശ്രൂഷ ചെയ്യണം തുടങ്ങി എല്ലാറ്റിനും ദൈവഹിതം ഉണ്ട് എന്ന് ഓരോരുത്തരും തങ്ങളെക്കുറിച്ച് തിരിച്ചറിയും. ദൈവഹിതത്തെ തടയുവാൻ ആർക്കുമാവില്ല. നാം ചിന്തിക്കേണ്ടത്, നാം തിരിച്ചറിയേണ്ടത്, എന്നെക്കുറിച്ചുള്ള ദൈവഹിതമാണോ ഞാൻ അനുസരിക്കുന്നത്, അതോ ഞാൻ എന്നെക്കുറിച്ചുള്ള ദൈവഹിതത്തിന് പുറത്താണോ ജീവിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനനുസരണം വരുത്തി ജീവിച്ചപ്പോൾ തൻ്റെ ജീവിതം വിജയമായി പൂർത്തീകരിക്കുവാൻ തനിക്ക് കഴിഞ്ഞു. അവസാനം നീതിയുള്ള ന്യായാധിപനിൽ നിന്നും നീതിയുടെ കിരീടം നേടേണ്ടതിന് വേണ്ടി തന്നെക്കുറിച്ചുള്ള ദൈവഹിതപ്രകാരം താൻ പാനീയ യാഗമായി ഒഴിക്കപ്പെട്ടു എന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. പൗലോസിന്റെ മാനസാന്തര സമയത്ത് തന്നെ തൻ്റെ നിയമനം സംബന്ധിച്ചുള്ള വസ്തുതകൾ അനന്യാസ് എന്ന ദൈവഭൃത്യനിൽ കൂടി ദൈവം പറയുമ്പോൾ പ്രധാനമായി പറയുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് തന്നെക്കുറിച്ചുള്ള ദൈവഹിതം സംബന്ധിച്ചുള്ളതായിരുന്നു എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 22:14 വാക്യമാണത്. പൗലോസ് ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള ഇഷ്ടം അറിഞ്ഞു. ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞവൻ വിശ്വാസ സമൂഹത്തെക്കുറിച്ചും ഓർപ്പിക്കുന്നത് വിശ്വാസികളെല്ലാവരും തങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം അറിയണം എന്നതാണ്. റോമലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന പരമസത്യമാണ് താൻ ദൈവ മക്കളെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്.
ഓരോ വിശ്വാസികളും ചെയ്യേണ്ടതിനെക്കുറിച്ച് തനിരിവോടെ ഈ ഭാഗത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞാൽ അതിലേറിയ വിശേഷതകൾ ഉണ്ടെന്ന് കാണുവാൻ കഴിയും. തന്നെയുമല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനിടയായി തീരുകയും ചെയ്യും. പ്രിയരെ, നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തിനകത്തെ വിശേഷണങ്ങൾ എത്ര ശ്രേഷ്ഠമായതാണെന്ന് നോക്കൂ. നാം അറിയുകയും അനുസരിക്കുകയും ചെയ്യുന്നത് നന്മയുള്ള ദൈവഹിതമാണ്. നിങ്ങളുടെ ആത്യന്തികമായ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവഹിതത്തിൽ നന്മയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് പ്രസാദമുള്ള ദൈവഹിതമാണ്. നിങ്ങൾ ദൈവപ്രസാദമുള്ളവരും ദൈവത്തിന് കൂടുതൽ സ്വീകാര്യരുമാകുന്നതിനു വേണ്ടിയുള്ള ദൈവഹിതമാണ്. തന്നെയുമല്ല, നിങ്ങൾ അനുസരിക്കുന്ന ദൈവഹിതം പൂർണ്ണതയുള്ളതാണ്. നിങ്ങൾ തികഞ്ഞവരും സമ്പൂർണരുമാകുവാനുള്ളതാണ് ദൈവഹിതം. ഇന്ന് പല വിശ്വാസികളും തങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ ഇടയാകാത്തതുകൊണ്ട് നന്മയുള്ളവരാകുവാനോ ദൈവപ്രസാദം അവർക്ക് നേടുവാനോ ദൈവത്താൽ സ്വീകാര്യരാകുവാനോ പൂർണ്ണത കൈവരിക്കുവാനോ കഴിയാതെ പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കൂടപ്പിറപ്പുകളെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേക ഹിതമുണ്ട് എന്ന് തിരിച്ചറിയുക. അത് കണ്ടെത്തുവാൻ ദൈവത്തോട് അടുക്കുക. നിങ്ങളതിന് താല്പര്യപ്പെട്ടിട്ടുണ്ടോ? അതിന് സമയം വേർതിരിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി ദൈവമുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ? നിങ്ങളെക്കുറിച്ച് ശ്രേഷ്ഠവും നല്ലതുമായി ഇച്ഛിക്കുകയും ആ ദൈവഹിതം നിങ്ങൾ നിറവേറ്റുമ്പോൾ നന്മയുണ്ടാകുകയും നിങ്ങളിൽ ദൈവം പ്രസാദിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ നിങ്ങളെ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ലക്ഷ്യം. അതിനായി തിരുവചന കേൾവിയിൽ കൂടി നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ഓരോ ദിവസവും ഓരോ പ്രഭാതങ്ങളിലും ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് ആ തിരുവചന ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിക്കുക. ആ ഹിതത്തിന്, ദൈവത്തിൻ്റെ ഹിതത്തിന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുസരണം വരുത്തുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ, ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രസാദം പ്രാപിക്കുവാൻ, ദൈവത്താൽ ഉളവാക്കപ്പെടുന്ന പൂർണ്ണത കൈവരിക്കുവാൻ ഇടയായിത്തീരും. അതിനുവേണ്ടി ദൈവം എന്നെ സഹായിക്കണം, അതിനുവേണ്ടി ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യമുള്ള ദൈവമക്കൾ എന്നോടുകൂടി ചേർന്നൊരു വാക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകലിലും മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ ഞങ്ങളെക്കുറിച്ചുള്ള ഹിതം കർത്താവെ ഞങ്ങളെ അറിയിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് അഹിതം അനുസരിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അപ്രകാരം ജീവിതത്തിൽ പൂർണ്ണത കൈവരിച്ച് ഞങ്ങളുടെ പ്രതിഫലങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മക്കളുമേൽ കർത്താവിൻ്റെ കൃപ പകരണമേ. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകർന്നാട്ട് കർത്താവേ, സൗഖ്യം, ആരോഗ്യം, കൃപ എല്ലാം ഞങ്ങളുടെ മേൽ ഇന്ന് പകലിൽ ചൊരിഞ്ഞു തരണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ എന്ന വാർത്തയാ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ താഴ്ത്തി എന്നെ കൺകരത്തിൽ വെച്ചു താഴ്ത്തി എന്നെ കൺകരത്തിൽ വെച്ചു യേശുനാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുന്നു. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുന്നു. യോർദാൻ സമമാന ശോധനയിലും താഴ്വീണു പോകാതെ, യോർദാൻ സമമാന ശോധനയിലും താഴ്വീണു പോകാതെ
പുകഴ്ത്തിയതേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവി എന്നുരച്ച കൽപ്പനയതാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവി എന്നുരച്ച കൽപ്പനയതാ. ദേവൻ ദേവിയെല്ലാം ഒന്ന് ചേർന്ന് ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ദേവിയെല്ലാം ഒന്ന് ചേർന്ന് ചെയ്യണം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശുവിന്റെ നാമം മാത്രം അറിയതോ, യേശുവിന്റെ നാമം മാത്രം ഉയർത്തതോ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ യേശുവിന്റെ നാമത്തിൽ യേശുനാമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ എൻ പ്രിയ യേശുവേ ഞാൻ വാഴ്ത്തി പുകഴ്ത്തിയിടുന്നു.